ഒരു ബാക്കപ്പ് സപ്പോർട്ട് ഇല്ലാണ്ട് വന്ന് വരുമ്പം അതിൻ്റെതായ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. ഈവൻ ഐ ഹാവ് ഹേർഡ് ദാറ്റ് യു ആർ നോട്ട് ഗുഡ് ഫോർ ലീഡ് റോൾസ്, സൈഡ് റോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ബുള്ളിങ് ഞാൻ ഇതിൽ വന്നപ്പം ഫേസ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ സുലേഖ മനസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് പേഴ്സണലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനത്തെ സൈഡ് റോൾസ് ചെയ്യുന്നത്. പക്ഷെ ദർ ഇസ് ആമിന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് അവിടെ ഒരു സോൾ ഉണ്ട്. ഈ ഓഡീഷനിൽ എനിക്ക് തന്നത് ടംഗ്ലീഷ് വേർഷനാണ്. അത് ട്രാൻസ്ലേറ്റ് പോലും തന്നിട്ടില്ല. ഇത് എന്താണോ നിങ്ങക്ക് മനസ്സിലാവുന്നത് അത് ഭയങ്കര ഹോംവർക്ക് പോലെ തന്നായിരുന്നു. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ കുറെ സാധനങ്ങൾ നമ്മുടെ മലയാളം വരുന്നുണ്ട്. അപ്പൊ എനിക്കത് വെറുതെ ഒരു ട്രോൾ മെറ്റീരിയൽ ആകുമ്പോണ്ടാന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് എനിക്ക് ഇപ്പോഴും സിനിമയിൽ നിൽക്കാൻ പറ്റുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ഇപ്പൊ റിയൽ ലൈഫിലാണെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും പേഴ്സണൽ സർക്കിളിന്റെ അടുത്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നതാണ്. അതിലൊരു മടിയില്ല, അതൊരു വലിയ മടിയൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് അല്ലാണ്ട് നമ്മളെ പറ്റി വേറെ കുറച്ച് സ്റ്റോറീസ് ഒക്കെ പറയുമ്പം ഐ യൂസ് ടു ഫീൽ വെരി ബാഡ്. ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എനിക്ക്, ഞാൻ ഭയങ്കര ഡൗൺ ആയി, ഭയങ്കര ലോസ്റ്റ് ആയ ടൈം ഉണ്ട്. പക്ഷെ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇസ് എ ടൈം. ഈ കരിയർ എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് കരിയർ ആണ്. കാരണം ഇവിടെ നിലനിൽക്കണോ വേണ്ടോ എന്നുള്ളത് ഓഡിയൻസിന്റെ തീരുമാനമാണ്. ദീപ തോമസ് ആണ് ഇന്ന് മിസ്ഫിറ്റ്സിലെ കൂടെ ഉള്ളത്. ഹായ് ദീപ, വെൽക്കം. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അവിടെ സുഖം. ഇപ്പം മലയാള സിനിമയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ട് വന്ന് കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം വീണ്ടും നമ്മൾ കാണാൻ പോകുന്നത്, ലൈക്ക് കണ്ട് ഓൾറെഡി തിയേറ്ററിൽ വന്നു, OTT വരാൻ പോകുന്നുണ്ട്. ഒരു തെലുങ്കിൽ ഡെബ്യൂ ഒക്കെ ചെയ്ത് ആ സിനിമ സക്സസ് ആയിട്ട് ഇപ്പം OTT വരെയാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു തെലുങ്കിലൊക്കെ പോയിട്ടുള്ള എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലൈഫിൽ വരുന്ന. ഡ്രീം ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. അപ്പം നല്ലൊരു പ്രൊജക്ടിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഐ ഫീൽ വെരി ബ്ലെസ്ഡ്. ഇപ്പം ഞാൻ നേരത്തെ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂവിൽ തന്നെ കണ്ടിരുന്നു, ആ രേണുക എന്ന് പറയുന്ന ക്യാരക്ടർ എത്രത്തോളം പേഴ്സണലി ആണ് ദീപ എടുത്തിട്ടുള്ളത് എന്നുള്ളത് കണ്ടിരുന്നു. അപ്പൊ രേണുക ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ, എത്ര കണക്ട് ചെയ്യാനായിട്ട് പറ്റും രേണുകയെ? റിയൽ ലൈഫിൽ രേണുക എന്ന് പറയുന്ന ക്യാരക്ടർ BSc നേഴ്സാണ്. അപ്പം ഐ മീൻ സിനിമയിൽ റിയൽ ലൈഫിൽ പേഴ്സണലി ഐ എം എ BSc നേഴ്സ്. ഞാൻ പഠിച്ചതൊക്കെ ആ ഒരു പ്രൊഫഷനാണ്. അപ്പം ഈ സ്ക്രിപ്റ്റ് പറയുമ്പോഴും ഒക്കെ എനിക്കിത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് ഒരു ഫിലിമിൽ എൻ്റെ ഒരു 3 ഏജസ് കാണിച്ചിട്ടൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ പെർഫോം ചെയ്യാനും അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ക്യാരക്ടറും കൂടെ ആയിരുന്നു അത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വെങ്കടേഷ് മഹാ എന്ന ഡയറക്ടറാണ്, റൈറ്ററും കൂടിയാണ്. അവരാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നതും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ലൈഫിൽ കിട്ടുന്നതും. സോ ഇറ്റ് ഈസ് എ വെരി ബ്ലെസ്ഡ് മൊമെന്റ് ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ഇതിന്റെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അതിന്റെ ആ ഒരു പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഐ ഗോട്ട് എ കോൾ. ഡയറക്ടറല്ല, ഡയറക്ടറാണ് കണക്ട് ചെയ്യുന്നത് മാനേജറിന്. അപ്പം അവര് കണക്ട് ചെയ്ത് ഒരു നറേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ നറേഷൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഇതൊരു ഫാന്റസി, കുറച്ചൊരു മാജിക്കൽ റിയലിസം ആണ് പരിപാടി എന്ന് മനസ്സിലായി. പിന്നെ നറേഷൻ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു 2 days കഴിഞ്ഞപ്പോൾ എന്നോടൊരു ഓഡീഷൻ അയക്കാൻ പറഞ്ഞു. ഈ ഓഡീഷനിൽ എനിക്ക് തന്നത് ടംഗ്ലീഷ് വേർഷനാണ്. അത് ട്രാൻസ്ലേറ്റ് പോലും തന്നിട്ടില്ല. ഇത് എന്താണോ നിങ്ങക്ക് മനസ്സിലാവുന്നത് അത് ഭയങ്കര ഹോംവർക്ക് പോലെ തന്നായിരുന്നു. അപ്പൊ ഞാൻ ഇരുന്നിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി, എന്താണ് അതിന്റെ ഒരു ഇമോഷൻ സാധനം അയച്ചു കൊടുത്തു. അങ്ങനെ 2 days കഴിഞ്ഞപ്പോൾ എനിക്കതൊരു കൺഫർമേഷൻ വന്നു, യു ആർ സെലക്ടഡ് ഫോർ ദിസ് റോൾ. അപ്പം അതിപ്പോഴും ഒരു സെറിയൽ മൊമെന്റ് ആണ് എൻ്റെ ലൈഫിൽ. ഈ ഡയലോഗ്സ് ഈസി ആയിരുന്നു ഇപ്പൊ പറയാൻ? ഒരിക്കലല്ല. ഒരു 6 months വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ ലാംഗ്വേജ് മനസ്സിലാക്കേണ്ട ഒരു ലൈക്ക് അത് നമ്മുടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടല്ലോ. അതാ ഇമോഷൻ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യണം, ആ ക്യാരക്ടർ എന്ത് ഇമോഷനിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ ലാംഗ്വേജും പഠിക്കണം, ആ ഡയലോഗ്സിന്റെ ഇതും. എങ്ങനെ ഉണ്ടായിരുന്നു ആ തെലുങ്ക്? എങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കാൻ? തെലുങ്ക് ബേസിക്കലി കുറച്ച് ടഫ് ലാംഗ്വേജ് ആണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തു. ചില വേർഡ്സ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പം
പറയുന്ന സമയങ്ങളിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ABCD പറഞ്ഞു പോവല്ലായിരുന്നു. ഇത് ഇരുന്ന് തന്നെ പ്രിപ്പയർ ചെയ്തായിരുന്നു ഞാൻ. അപ്പം വിച്ച് വാസ് ഈസി. സിങ്ക് സൗണ്ടിലാണ് ഇത് പോയത്. പക്ഷെ ഒരു 4 days അതിനുശേഷം ചില പാച്ചസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നെ അവസാനം ഡബിലേക്ക് വേറൊരാളെയാണ് തീരുമാനിച്ചത്. ഓ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ കുറെ സാധനങ്ങൾ നമ്മുടെ മലയാളം വരുന്നുണ്ട്. അപ്പൊ എനിക്കത് വെറുതെ ഒരു ട്രോൾ മെറ്റീരിയൽ ആകുണ്ടാന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കിന്ന് വേറൊരാളെ നോക്കി പോകാം ആയിട്ടാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഓൺ വോയിസ് കൊടുക്കണമെന്നും. ബട്ട് എൻ്റെ വോയിസ് വന്നത് വേറൊരാളാണ്. അലേഖ്യ എന്നുണ്ട്. പുള്ളിക്കാരൻ നല്ല നൈസായിട്ട് അത് ചെയ്തതെന്നുള്ളതാണ്. അത് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വേറൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യല്ലേ, പുതിയൊരു സാധനം പഠിക്കുക. അതെ. അപ്പം അത് ഒരു ഡിഫറെന്റ് സ്പേസ് ആയിരുന്നു. പീസായിരുന്നു. ദീപയുടെ ചേച്ചിയാണ് ആക്ടിങ്ങിലേക്ക് ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലോ. അപ്പം അന്ന് ചേച്ചി അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ദീപ എവിടെ ഇരിക്കുമായിരുന്നോ? പ്രോബബിളി മോഡൽ, ഡെഫിനറ്റ്ലി മോഡലിംഗ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്. ഫാഷൻ ഡിസൈനിങ് ഇത് രണ്ടുമായിരിക്കും. ആക്ടിങ്ങിലേക്ക് എത്തില്ലായിരുന്നു അപ്പോ? ആക്ടിങ്ങിലേക്ക് ഉണ്ടാവില്ലായിരിക്കും. കാരണം അങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിലേ ഉണ്ടായിട്ടില്ല. ആദ്യമൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നത് മോഡലിംഗ് മതി, എന്തിനാണ് അങ്ങനെ പോയിട്ട്, കാരണം എനിക്ക് അതിനെപ്പറ്റി അറിയാത്ത ഒരു മേഖലയും കൂടെയാണ്. അപ്പം പക്ഷെ ഷീസ് എ വൺ. അപ്പം ഇത് എനിക്കിപ്പോ തോന്നുന്നു ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡെസിഷൻ ഞാൻ ലൈഫിൽ എടുത്തത് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ലാതെ ഈ ഇൻഡസ്ട്രിയിലോട്ട് എൻ്ററായി. ഇപ്പം കരിക്ക് വലിയൊരു ഓപ്പണിംഗ്, ലൈക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ച ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അവിടെ നിന്നും പിന്നെയും നമ്മൾ കണ്ടായി പറഞ്ഞ നല്ല കുറെ കഥാപാത്രങ്ങൾ, ഇപ്പം ഹോം ആണേലും വരുമാനി ആണേലും അങ്ങനെയുള്ള ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു. ഈ ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ലൈക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നു ആ ഒരു ഫേസ്? ഒരു ബാക്കപ്പ് സപ്പോർട്ട് ഇല്ലാണ്ട് വന്ന് വരുമ്പം അതിൻ്റെതായ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രഗിൾസ് ഒക്കെ നല്ല തന്നെയാണ്. കാരണം അപ്പോഴാണ് അതിനൊരു ആ ഒരു ലൈഫിന് മീനിങ് ഉണ്ടാവുമെന്ന് പറയില്ല. അതുപോലെ ഓഡീഷൻസ് ഒരുപാട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓഡീഷൻസ് കൊടുക്കുമ്പോഴും ചിലതൊക്കെ റിജക്റ്റ് ആയി പോവാറുണ്ട്. ചില ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റാതെ ആവുന്നതൊക്കെ. ഈവൻ ഐ ഹാവ് ഹേർഡ് ദാറ്റ് യു ആർ നോട്ട് ഗുഡ് ഫോർ ലീഡ് റോൾസ്, സൈഡ് റോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ബുള്ളിങ് ഞാൻ ഇതിൽ വന്നപ്പം ഫേസ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു സ്റ്റോറി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറെ പേര് പറയുന്നത്. അപ്പം ആ ഒരു പ്രത്യേകിച്ച് ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഓക്കെ, ഇതല്ല നമ്മുടെ ഒരു സൈഡിൽ നിന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഗുഡ് ഇനഫ് ആണോ എന്നുള്ളൊരു ഗുഡ് ദാറ്റ്സ് ഇറ്റ് എക്സാക്ട്ലി. അപ്പൊ ആ ഒരു സാധനം എൻ്റെ തോട്ടിൽ പോയിട്ടുണ്ട്, ഇത് എനിക്ക് പറ്റുന്ന പരിപാടി എല്ലാം തോന്നുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഒരു സ്റ്റോറി, നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു ഫയർ എന്ന് പറയുന്ന പോലെ ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് ഇപ്പോഴും സിനിമയിൽ നിൽക്കാൻ പറ്റുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതിൽ ഐ എം വെരി കോൺഫിഡൻറ്റ്. ആൻഡ് സ്റ്റിൽ ട്രൈങ് ഡെഫിനറ്റ്ലി. ഇപ്പം ഈ പീരീഡ് ഡ്രാമയിൽ അഭിനയിക്കണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു, തികഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല കാര്യം. അപ്പൊ ആ ഒരു ആഗ്രഹം ഇപ്പൊ വന്നു. ഇതുപോലെ തന്നെ ഒരു ആക്ഷൻ സീക്വൻസും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ലൈക്ക് ഇത് എന്തായിരിക്കും, ഒരു കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ ആയിരിക്കോ? ഒരു പീരീഡ് ഡ്രാമ ആഗ്രഹിച്ചു അതിലെത്തി എന്നുള്ളത് ഒരു മാനിഫെസ്റ്റേഷൻ ആണോ അത്? തീർച്ചയായിട്ടും ആണ്. കാരണം നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പം അതിന് നമ്മൾ എപ്പോഴും അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ലൈഫിൽ എവിടെയെങ്കിലും നമ്മൾ ആ പോയിന്റിൽ വന്നെത്തും എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. ദർ വാസ് എ പോയിന്റ് ദാറ്റ് ഐ കുഡൻറ്റ് കം ഇൻ ടു ഫിലിം, ബട്ട് സ്റ്റിൽ ഫിലിമിലെത്തി. ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സും കൂടെ ചെയ്ത് അടിപൊളിയായിരിക്കുമല്ലോ എന്ന് കരുതി അവിടെ എത്തുമ്പം അത് തരുന്ന ഹാപ്പിനെസ് വേറെയാണ്. പീരിയഡ് ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സൈഡാണ്. ഞാൻ പീരിയഡ് ഫിലിംസ് റിപ്പീറ്റഡ്ലി പോയി കാണുന്ന ഒരാളും കൂടെ, തിയേറ്ററിൽ പോയി കാണുന്ന ആളും കൂടെ. ഐ തിങ്ക് റീസെന്റ് ഞാൻ കണ്ട മഹാനടി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭയങ്കര ഫേവറേറ്റ് ഫിലിമാണ്. ഒരു 4 times ഒക്കെ ഞാൻ പോയി തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത്. കാരണം എനിക്ക് വിൻറ്റേജ് പണ്ടത്തെ 90s 60s കാലഘട്ടമൊക്കെ നമുക്ക് ഒരിക്കലും അവിടെ ജീവിക്കാൻ പറ്റും. പക്ഷെ സിനിമയിൽ നമുക്കൊരു ചാൻസ് കിട്ടൂല. അങ്ങനെ ആ ഒരു 2.5 മണിക്കൂർ നമ്മൾ അതിലായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടണം എന്ന് ഞാൻ ലൈഫിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. സോ അത് ലൈഫിൽ കിട്ടിയപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ഇനി എന്റെ ആഗ്രഹം എനിക്കൊരു ആക്ഷൻ ഫിലിമിൽ അഭിനയിക്കണം. ഇത് കാണുന്ന ഡയറക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഇപ്പം ദീപ ഓൾറെഡി ഒരു മെയിൻ ക്യാരക്ടേഴ്സ് ഇപ്പൊ ചെയ്തു. പലർക്കും ഉണ്ടാവും സിനിമയിൽ വന്നു ഇനി നായികയായിട്ട് തന്നെ ചെയ്യണം.
ദീപയുടെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നത് ചെയ്യാന്നുണ്ട്. സുലേഖ മനസ്സിൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അവിടെ നിന്നാണ് പെരുമാനിയിലേക്ക് വന്നത് എന്നുള്ളതുണ്ട്. അപ്പം ലൈക്ക് എങ്ങനെയാണ് ഇപ്പോഴും ഒരു നായിക കഥാപാത്രം അഫ്കോഴ്സ് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ആക്ടിങ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ബട്ട് അതിലായിരിക്കും അതോ നല്ല ക്യാരക്ടേഴ്സിലായിരിക്കും കൂടുതൽ ഫോക്കസ്? എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയാൽ മതി. ഒരു സിനിമയിൽ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സാധനം വരുമ്പോൾ നമുക്കതിൽ ഓക്കെ ഞാൻ ആ സിനിമയിൽ നിൽക്കുന്നതിലൊരു കാര്യം ഉണ്ടെന്ന് പറയില്ല. അതുപോലെ ഈ സുലേഖ മനസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് പേഴ്സണലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനത്തെ സൈഡ് റോൾസ് ചെയ്യുന്നത്. പക്ഷെ ദർ ഇസ് ആമിന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് അവിടെ ഒരു സോൾ ഉണ്ട്. അതിന് ചിലപ്പം നെക്സ്റ്റ് ഒരു പ്രൊജക്ട് നമുക്ക് ബാഗ് ചെയ്യണമെങ്കിൽ ചിലപ്പം അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ ഞാൻ ആ ഫിലിമിൽ ചെയ്യുന്നത്. ഐ വാസ് സർപ്രൈസ് ദാറ്റ് മജുക്ക എന്നെ പെരുമാനിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഐ വാസ് വെരി ഹാപ്പി. കാരണം അത്രയും നല്ല ഡയറക്ടറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത്. അപ്പം എനിക്ക് ഇപ്പം ഒരു ഫിലിമിലെ നായിക ആവണമെന്നൊന്നുമില്ല, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയാൽ മതി. അതാണ് എൻ്റെ ആഗ്രഹം. ടൈപ്സ് ഓഫ്. യെസ്. ഇപ്പൊ തെലുങ്കിൽ ഇപ്പം നല്ലൊരു ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് എങ്ങനെയായിരുന്നു സിനിമ കണ്ടിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കണക്ട് ചെയ്തിരുന്നോ? തെലുങ്ക് ഫിലിം കണ്ടിട്ട് ഇവിടെയുള്ള ഡയറക്ടർ കുറെ പേർക്ക് ഈ ഇതിന്റെ ടീസേഴ്സും ട്രെയിലേഴ്സും കണ്ടിട്ട് കാണണം എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. എൻ്റെ ഇവിടുത്തെ ഫിലിം ഫ്രണ്ട്സ് ഒക്കെ ഇവിടുന്ന് കൊച്ചിയിൽ പടം വന്നപ്പോൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഒരു തെലുഗു ചിത്രമാണ്. അപ്പം അവിടെ നടക്കുന്ന പൊളിറ്റിക്സും അവിടെ നടക്കുന്ന റേസിസം ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു സിനിമയാണ് റാവ് ബഹദൂർ. അപ്പം ഡെഫിനറ്റ്ലി കണ്ടവർക്കൊക്കെ വർക്കായൊരു ഒരു പ്രൊജക്റ്റും കൂടിയായിരുന്നു അത്. ഐ ഹോപ്പ് ഇനിയിപ്പോൾ OTT വരുമ്പോൾ കുറച്ച് പേരും കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ചോദിക്കാൻ വന്നപ്പോൾ അതാണ്, OTT ഇപ്പോൾ വരികയാണ്. ഇത് മലയാളി ഓഡിയൻസിലേക്ക് എത്തുന്നതിന്റെ ഫാക്ടർ ദീപ എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരാൾ അവിടെ പോയി നായികയായിട്ട്, അപ്പൊ നമ്മൾ എന്തായാലും മലയാളി ഓഡിയൻസ് അത് കാണും. അപ്പോൾ OTT വരുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു നമ്മുടെ ഓഡിയൻസിലേക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഓഡിയൻസിനോട് എന്തായിരിക്കും പറയുന്നത്? എന്തായാലും പടം OTT ഇറങ്ങുമ്പോൾ ഒന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ആവുന്നത്. ഐ എം ഷുവർ ദാറ്റ് ഈ സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി ഈ ഒരു സ്റ്റോറിയും ഇതിലെ ക്യാരക്ടേഴ്സും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഹോണ്ട് ചെയ്യായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ ആ ഒരു ക്യാരക്ടേഴ്സ് രജിസ്റ്റർ ചെയ്യായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റിവ്യൂ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. യെസ്. ഈ ഒരു വർക്കിംഗ് കൾച്ചർ ഉണ്ടല്ലോ മലയാളം ആൻഡ് തെലുങ്കു, ലൈക്ക് വെരി കോമൺ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് സ്റ്റിൽ മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതിന്റെ പാറ്റേൺ വേറെയാണ്, തെലുങ്ക് വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് മാറുമ്പോൾ അത് മാറും. സോ അതെങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത്? ഞാൻ വളരെ ചുരുക്കം സിനിമകളുടെ ഭാഗമായിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, എനിക്ക് പേഴ്സണലി ഉള്ള ഒരു ഫീലിംഗ് ഞാൻ പറയാണ്. കാരണം മലയാള സിനിമകളിൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന പ്രൊജക്ട്സിൽ നമുക്കൊരു സ്കെഡ്യൂൾ വന്നതിന് ആ സ്കെഡ്യൂളിൽ വിത്തിൻ ദാറ്റ് ഡേയ്സ് തീരുമായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു റാവ് ബഹദൂർ കുറച്ചും കൂടി ഒരു വലിയ സ്കെയിലിൽ നടത്തിയൊരു സിനിമയാണ്. ഒരു 2 years ഓഫ് മൈ ജേർണി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്കെഡ്യൂൾ ബ്രേക്സ് ആയിരുന്നു ഏറ്റവും ടഫ്. കാരണം നമുക്ക് ആ ക്യാരക്ടർ ഹോൾഡ് ചെയ്യാന്ന് പറയുന്നതും പിന്നെ ഈ ഡയലോഗ്സ് മൊത്തത്തിൽ ഇപ്പം നമുക്ക് തെലുഗു എന്ന് പറയുമ്പോൾ കുറച്ച് പ്രിപ്പറേഷൻ മുന്നേ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡയലോഗ്സ് നമ്മളും എല്ലാം നമ്മുടെ ഫീഡിലുണ്ടല്ലോ. അപ്പൊ അത് കുറച്ചൊരു ഇമോട്ട് ചെയ്യാനും അത് കുറച്ച് ലോങ്ങിങ് ആയിരുന്നു ആ ഒരു സംഭവം. അതാണ് മെയിൻലി എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ഹേർഡിൽ. ലൈക്ക് അവിടെ ഷെഡ്യൂൾ ബ്രേക്ക് എങ്ങനെയാണ് അപ്പോൾ ചെയ്യാറുള്ളത്? ഇറ്റ് വാസ് ലൈക്ക് 2 months മാക്സ് 1 month. പിന്നെ അത് കഴിഞ്ഞൊരു 2 months കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത. ഓ, അപ്പൊ അത്രയും നാളെ ക്യാരക്ടർ ഹോൾഡ് ചെയ്യാന്നുള്ളത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിരുന്നു എനിക്ക്. അത് മാത്രമായിരിക്കില്ല, കാരണം എനിക്ക് വേറൊരു ഇത് തോന്നിയത്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ എൻ്റെ ഒരു ഫിലിമോഗ്രഫിയിൽ ഞാൻ ചെയ്തിട്ടില്ല. കുറച്ചൊരു എൻ്റെ ബിഗിനിങ്സ് ഒരു 1860s, അത് കഴിഞ്ഞ് 1990, അല്ല ഓരോ ഏജ് കാറ്റഗറി കാണിക്കുന്നുണ്ട്, പിന്നെ പ്രായമാകും കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 സാധനവും ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കുറച്ചൊരു ഇമോഷണലി ഞാൻ ഡ്രെയിൻ ആയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായിരുന്നു. ഒരുപാട് സന്ദർഭങ്ങളിൽ എനിക്ക് അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവമാണ് തോന്നിയത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇപ്പൊ ഈ സിനിമയുടെ കൂടെ തന്നെ ദീപ കീപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇതിൽ ഈ ഫോട്ടോഷൂട്ട്സും മോഡലിങ്ങും ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര രസമാണ്. നമുക്ക് ആ പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ ലൈക്ക് ആ ഒരു ഫാഷൻ ആണെങ്കിലും എല്ലാം കണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. എങ്ങനെയാണ് ഈ സിനിമയുടെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇപ്പം ലൈക്ക് ഇതിനിപ്പോൾ 2 ആയിട്ടാണല്ലോ കാറ്റഗറൈസ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി ഒന്ന്, സെലിബ്രിറ്റി വേറെ ഒന്ന് എന്നുള്ള രീതിയിലാണല്ലോ. അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ് ഈ ഇൻസ്റ്റാഗ്രാമും ഇതിന്റെ കൂടെ തന്നെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്?
അങ്ങനെ മാനേജ് ഡിഫിക്കൽട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ക്ലോതിങ് ബ്രാൻഡ് ഉണ്ട്. അപ്പൊ ആ ക്ലോതിങ് ബ്രാൻഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സസും ഫാബ്രിക്സ് അതിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഫ്രീ കിട്ടുന്ന ടൈമിൽ ഞാൻ സാധനങ്ങൾ ഡിസൈൻ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഷോക്കേസ് ചെയ്യുന്നതെല്ലാം ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പം ടെച്ച് സ്റ്റോറീസ് എന്നാണ് ആ ബ്രാൻഡിന്റെ പേര്. അപ്പം ഞാൻ അതില് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കതൊരു ഹേർഡിലായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയുള്ളൂ. ഇങ്ങനെ ഇപ്പം സിനിമയിൽ ഇനിയും കുറച്ചും കൂടെ ബിസി ആയി പോയാലും ഈ ഫാഷൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ തന്നെയാണോ താല്പര്യം? ഡെഫിനറ്റ്ലി ആണ്. കാരണം അത് എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ്, സ്പേസ് ആണത്. അപ്പം ഡെഫിനറ്റ്ലി അത് കൊണ്ട് ഓക്കെ. ഈ പലർക്കും ഈ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുക അല്ലെങ്കിൽ പല കാര്യങ്ങളും പറയാനൊക്കെ ഒരു മടി അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പം ദീപയെ സംബന്ധിച്ച് എങ്ങനെയാണ്? ലൈക്ക് ഒരു റിയൽ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പം എന്താ നോക്കിയാലും നമ്മൾ ഈ ക്യാമറയുടെ ഫേസിലിരുന്നാലും ഇതല്ല ശരിക്കുമുള്ള ഞാൻ. അപ്പൊ റിയൽ ലൈഫ് ദീപ ആൻഡ് സോഷ്യൽ മീഡിയ ദീപ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ആ ഒരു ഗ്രാഫ് എങ്ങനെ മാറുന്നുണ്ടാവും? ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ റിയൽ ലൈഫിലാണെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും പേഴ്സണൽ സർക്കിളിന്റെ അടുത്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നതാണ്. അതിലൊരു മടിയില്ല. അതൊരു വലിയ മടിയൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറയുന്നത് കൂടിപ്പോകാറുണ്ട്. എന്നാലും പക്ഷെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. ഐ മീൻ പ്രതികരിക്കുന്ന ഒരു ആളാണ് ഞാൻ. ചില കാര്യങ്ങൾ whenever I see it's not right, ഞാനത് പറയാറുണ്ട്. ഐ ഡോണ്ട് റിഗ്രറ്റ് ഓൺ ദാറ്റ്. പക്ഷെ ഞാൻ പറയും. അപ്പം അത്രേ ഉള്ളൂ. എന്റെ ഫീലിംഗ് ഞാൻ പറയും. അതല്ലാണ്ട് ഇങ്ങനെ നമ്മളെല്ലാം ഹൈഡ് ചെയ്ത് കുറെ ആൾക്കാരെ പേടിച്ച് എത്ര കാലം അങ്ങനെ ജീവിക്കും എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ഐ ടെൽ വാട്ട് എവർ ഐ ഫെൽറ്റ്. പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണല്ലോ. പല ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്. നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഓപ്പൺ അപ്പ് ആവുന്നതിലൂടെ തന്നെ ഒരുപാട് ഈ വിമർശനങ്ങളും സൈബർ ബുള്ളിങ് ഒക്കെ വന്നേക്കാം. അപ്പൊ അതൊക്കെ ഈ സൈബർ ബുള്ളിങ് അത് ഒരു ഫേസ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഒരു നോൺ ഫേസ് ആയി കഴിഞ്ഞാൽ എന്തായാലും അതിന്റെ കൂടെ വരുന്ന ഒന്നാണ് ഇപ്പോഴത്തെ കാലത്ത് സൈബർ ബുള്ളിങ്. അപ്പൊ അതിനെ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യുക? ഡെഫിനറ്റ്ലി നമ്മളൊരു ഒപ്പീനിയൻ പറയുമ്പം അതിനെന്തായാലും ഇങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെന്ന് നമുക്കറിയാലോ. പക്ഷെ നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് അല്ലാണ്ട് നമ്മളെ പറ്റി വേറെ കുറച്ച് സ്റ്റോറീസ് ഒക്കെ പറയുമ്പം ഐ യൂസ് ടു ഫീൽ വെരി ബാഡ്. പിന്നെ ഞാൻ പോയി എക്സ്പ്ലനേഷൻ ഞാൻ നിൽക്കാറില്ല. ദിസ് ഇസ് യുവർ സ്റ്റോറി, ഐ കീപ് ഇറ്റ് വിത്ത് യു. ഇത് എന്റെ സ്റ്റോറി, ഐ കീപ് ഇറ്റ് വിത്ത് മീ. ദാറ്റ്സ് ഇറ്റ്. കാരണം നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ലൈക്ക് യു ഗോയിങ് എ ഫൈറ്റ് വിത്ത് എ പിഗ്സ്. പന്നികൾക്കിടയിൽ പോയിട്ട് പറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനത് അവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കര ഡൗൺ ആയി, ഭയങ്കര ലോസ്റ്റ് ആയ ടൈം ഉണ്ട്. പക്ഷെ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇസ് എ ടൈം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. എയറൊന്നും എനിക്കൊരു എന്നിട്ട് റീമ ചേച്ചിന്റെ ഇന്റർവ്യൂ ഉണ്ടാട്ടോ. എയറിലാവുന്ന ആലോചിച്ചിട്ട് പേടിയുണ്ടോ പുള്ളിക്കാരി പറയാ. എയർ എനിക്കൊരു പ്രശ്നമേ അല്ല. ഞാനത് കേട്ട് കുറേ വയസ്സു ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. ഒരു പ്രശ്നമേ അല്ല. അതുപോലെ തന്നെയാണ്. ഇപ്പം അതും ഒരു ട്രെൻഡ് ആണല്ലോ ആക്ച്വലി. ആരെ എയറിലാക്കാം എന്നുള്ള അത് ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക കഴിവാണ്. അതെ. ഇന്ന് നമ്മൾ ആരെ സെലക്ട് ചെയ്യും? അതെ. ഇപ്പം ഈ സെലിബ്രിറ്റീസിന്റെ പറയുമ്പം ഇപ്പം ആക്ച്വലി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇപ്പൊ ജന്തർ മന്ദറിലെ പ്രശ്നങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. പല നോൺ ഫേസസും ഈ പറയുന്ന സെലിബ്രിറ്റീസ് അതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല. ലൈക്ക് അവരുടെ ഒരു പോസ്റ്റെങ്കിലും എത്രത്തോളായിരിക്കും ചേഞ്ച് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെയാണ് ഇപ്പം സംസാരമാക്കുന്നത്. അവിടെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആള് തന്നെ ദീപ അതിനെതിരെ സംസാരിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരുപാട് പേരും അതിനിങ്ങനെ മൗനം പാലിക്കുന്നുണ്ട്. സോ വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഇത് സബ്ജക്റ്റീവ്. കാരണം ഐ നോ ലൈക്ക് എന്തുകൊണ്ടായിരിക്കും കുറെ പേര് അത് സംസാരിക്കാതിരിക്കുന്നത്. കാരണം ഈ കരിയർ എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് കരിയർ ആണ്. കാരണം ഇവിടെ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളത് ഓഡിയൻസിന്റെ തീരുമാനമാണ്. അപ്പം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ചില ആൾക്കാർ ഇതിനെ ഒപ്പീനിയൻസ് പറയാത്തത് എന്തുകൊണ്ടാന്നുള്ളത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം ഈ കരിയറിൽ നിലനിന്ന് പോണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, ഇങ്ങനെയൊക്കെ മിണ്ടാണ്ടിരിക്കേണ്ടി വരും. ഐ മീൻ സൈലൻസ്, ബി സൈലന്റ്. അത് ഞാൻ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരവരുടെ കരിയറിനെ പേടിക്കുന്നതുകൊണ്ടാണ്. അതിപ്പോ സിനിമാ മേഖലയിലല്ല, പല മേഖലയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ് ബേസിക്കലി എല്ലാവരും നമ്മൾ ഹ്യൂമൻസ് ആണ്. എല്ലാം കഴിഞ്ഞ് നമുക്ക് ലൈഫ് ഉണ്ട്. അതെ. പക്ഷെ
ഒരു പോയിന്റിൽ ഐ ഫെൽറ്റ് ലൈക്ക് ഞാനിപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് നഴ്സിംഗ് ആണ് ഞാൻ കഴിഞ്ഞ്. പക്ഷെ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 3 വർഷം 4 വർഷമൊക്കെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കിട്ടാണ്ട് വന്നിട്ട് നഴ്സിംഗിന് ജോയിൻ ചെയ്ത ഒരുപാട് പേര് എനിക്ക് അറിയാം. അപ്പൊ അവരുടെ പേഴ്സണൽ ലൈഫ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഐ ഫെൽറ്റ് ലൈക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു കേസാണ് നീറ്റ് പേപ്പർ ലീക്ക് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പം എനിക്ക് ആ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ അവരുടെ കരിയർ പേടിച്ചിട്ട് തന്നെയാണ് സംസാരിക്കാത്തത്. എന്തിനാണ് ഞാൻ ഇതിൽ ഇൻവോൾവ് ആവുന്നത്, ഇനി ഇതിന് ഇൻവോൾവ് ആയിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവാം. ഞാൻ അവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് ഐ എം എ വെരി ഇമോഷണൽ പേഴ്സൺ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ എന്നെ കൊണ്ടാവുന്നു ഞാൻ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുള്ളത്. വേർ ഐ ഡോണ്ട് ഫിയർ എനിവൺ. ഇതിനെതിരെ ഇപ്പം വന്ന ആൾക്ക് ഇപ്പം ടൊവിനോ, പാർവതി അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും ലൈക്ക് അവരുടേതായിട്ടുള്ള ഒരു ലൈക്ക് അവരായിട്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷെ അവർക്ക് പോലും ഈ കമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് അതല്ല എന്റെ കമന്റ്സിന്റെ ഇടയിലും ഞാൻ യൂഷ്വലി ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും ഇങ്ങനെ വരിക. പക്ഷെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ചൊരു തീ കളിയാണ്. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു കോമന്റ്സ് വരും. പക്ഷെ നമ്മുടെ ബീങ് എ ഹ്യൂമൻ ബീങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, യു ഹാവ് ടു ടോക്ക് റൈറ്റ്. ഇതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിനെപ്പറ്റി? സോ അവരെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന. ഐ സോ ദാറ്റ് പോസ്റ്റ് ടോവിനോ തോമസ്, പാർവതി ഒക്കെ ഇട്ടിരിക്കുന്ന പോസ്റ്റ്. ഈവൻ രഞ്ജിനി ഹരിദാസ് ഒക്കെ അവിടെ പോയി. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അതൊക്കെ ഭയങ്കര എഫേർട്ട് എടുത്ത് ഒരാൾക്ക് വേണ്ടി അത്രയും പിള്ളേർക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ടേക്ക്. അത് അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല. ഇറ്റ്സ് വെരി പേഴ്സണൽ അല്ലേ? ഇറ്റ്സ് വെരി പേഴ്സണൽ. ഓക്കെ. ഇപ്പം ഈ ഇൻഡസ്ട്രിയുടെ പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ മലയാളം ഇൻഡസ്ട്രി, തെലുങ്ക് ഇൻഡസ്ട്രി സംസാരിച്ചു. അപ്പം ഇൻഡസ്ട്രിയുടെ എല്ലാം രീതികൾ ഡിഫറെൻ്റ് ആണ്. ഇപ്പം അവർ ചെയ്യുന്ന സിനിമകൾ ചെയ്യുന്നതാണെങ്കിലും ക്യാരക്ടേഴ്സിനെ നമുക്ക് പറഞ്ഞു തരുന്നതാണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അത് ഇൻഡസ്ട്രി വൈസ് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ആക്സെപ്റ്റൻസ് ഒക്കെ സെയിം ആണ്. ബട്ട് അപ്രിസിയേഷൻ ഭയങ്കര കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഐ ഫെൽറ്റ് ഇറ്റ് സോ. മലയാളത്തിലോ? എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ലൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് പേഴ്സണലി മെസ്സേജസും കാര്യങ്ങളും, പക്ഷെ ആ സിനിമയെ പറ്റി പുറത്ത് സംസാരിക്കുന്നത് ഭയങ്കര കുറവാണ്. ഒരു സ്റ്റോറീസിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നോ അങ്ങനെ ഒരു വലിയ പ്രൊഡക്ഷനോ അല്ലാണ്ട് നമ്മൾ ചെറിയ ചെറിയ സിനിമകൾ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പേഴ്സണലി അനുഭവിച്ചിട്ടുള്ള പെരുമാനി ചെയ്ത സമയത്ത് ഐ ഫെൽറ്റ് ഇറ്റ്. അപ്പം അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ റാവ് ബഹദൂർ ചെയ്യുന്ന സമയത്ത് മഹേഷ് ബാബു ഗാർ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി എൻ്റെ പേര് പേഴ്സണലി ട്വീറ്റിൽ മെൻഷൻ ചെയ്തായിരുന്നു. അതിന്റെ ആവശ്യമില്ല, കാരണം ഞാനൊരു ബിഗിനറാണ്. അതിന്റെ ഒരു ആവശ്യമില്ല. പുള്ളിക്ക് സത്യദേവിനെ മാത്രം മെൻഷൻ ചെയ്തിട്ട് പോവായിരുന്നു, കാരണം റാവ് ബഹദൂർ അവരാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഐ ഫെൽറ്റ് സോ ഹാപ്പി ദാറ്റ് ഇങ്ങനെയൊക്കെ വലിയ സെലിബ്രിറ്റീസ് ചെയ്യുമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്ക് വന്നത് ഈ ഒരു പോയിന്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്രിസിയേഷൻസ് ആർ വെരി ലെസ് കമ്പയർഡ് ടു അതർ ഇൻഡസ്ട്രീസ് അല്ലേ? യെസ്. അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരും എന്ന് തോന്നുന്നുണ്ടോ? വരേണ്ടതാണ് എനിക്ക്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കോവിഡ് ബട്ട് ആളുകൾ ഇപ്പം ഈ പറയുന്ന ചെറിയ സിനിമകൾ, ഇപ്പൊ ലോ ബഡ്ജറ്റ് സിനിമകളാണെങ്കിലും അതിന്റെ ക്വാളിറ്റി അല്ലെ കണ്ടന്റ് വെച്ചിട്ട് അതിനെ ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോട്ട് ഷുവർ. ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളൊരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതിന് നമ്മൾ എങ്ങനെയെങ്കിലും ആൾക്കാരിലോട്ട്, ഇപ്പൊ റീസെന്റ് എക്സാമ്പിളാണ് അതിന് ഇംതിയാസ് അലിയുടെ റീസെന്റ് മൂവി മേ വാപ്പസ് ആവുക. ഞാനത് കണ്ടിട്ട് ഞാൻ എൻ്റെ ഓഫീസിലുള്ളതും എൻ്റെ ഫ്രണ്ട് സർക്കിളിലും എല്ലാം ഞാൻ പറഞ്ഞു പോയി കാണണമെന്നുണ്ട്. എൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ട് കുറെ പേര് പോയി കണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഇപ്പം നടക്കുന്നുണ്ട് തോന്നുന്നു. ബട്ട് ഞാൻ പറയുന്നത് നമ്മുടെ വേറെ ലാംഗ്വേജസിന്റെ കാര്യമല്ല, നമ്മൾ നമ്മുടെ സിനിമകളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള ചോദിക്കണം. അപ്പൊ പെരുമാനിയുടെ സമയത്തൊക്കെ എനിക്കാവുന്ന വോയിസിൽ എനിക്ക് പറയാൻ പറ്റും, ഇത് എനിക്ക് തന്നെ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അത് തിയേറ്ററിലേക്കുള്ള ഒരു പുൾ ഭയങ്കര കുറവായിരുന്നു. പക്ഷെ വൺസ് അത് തിയേറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ്, ഇത് OTT വന്നപ്പോഴാണ് കൂടുതലും ആമസോണിലൊക്കെ ആൾക്കാർ സൈനിലൊക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ മിസ് ചെയ്തൊരു ജെം ഓഫ് എ ഫിലിമാണ്
ഈ ഫിലിമിനെ വെച്ച് ലൈക്ക് ഇങ്ങനെ വരാറ് കുംബ്ലിങ്ങി നൈറ്റ്സ് പോലെ, സുഡാനി ഫ്രം നൈജീരിയ പോലെ ഒരു ഫിലിമായിരുന്നു ഇത് എന്നൊക്കെ പറയുമ്പം ദാറ്റ് ഇസ് വാട്ട് ഐ ടോൾഡ് ബിഫോർ. തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യൂ, അല്ലെങ്കിൽ കാണൂ, അപ്പം മനസ്സിലാവും എന്നുള്ളത്. ബട്ട് ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ്. നല്ല സിനിമകളിലൊക്കെ ദേ ആർ കില്ലിങ് ദ ഗുഡ് ഫിലിംസ്. എവിടെയും ഇല്ലാതെ ആക്കി കളയുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാറിക്കിട്ടി അടിപൊളിയാണ്. തിയേറ്ററിലേക്ക് ആൾക്കാർ ആ പണ്ടത്തെ ആ സാധനം വന്നാലല്ലേ കാര്യമുള്ളൂ. there was no PR after. പ്രോപ്പർ പിയാസ് ഒന്നും നമ്മള് പടം OTT വന്നപ്പോ കൊടുത്തിട്ടില്ല. അതൊക്കെ നാച്ചുറലി ഓർഗാനിക്കലി ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജസ് ഒക്കെ ആണെങ്കിലും ഐ ഫെൽറ്റ് ഹാപ്പി അറ്റ് ദ സെയിം ടൈം സാഡ് ബിക്കോസ് ഇത് തിയേറ്ററിൽ മിസ്സായി പോയല്ലോ എന്നുള്ളൊരു വിഷമമാണ്. ഓക്കെ. ഇപ്പം ഈ സിനിമയിൽ ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ആകുമ്പം എന്തായാലും കുറച്ച് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സിനിമ പ്രൊഡ്യൂസേഴ്സിന്റെ ഇടയ്ക്കോട്ട് നമ്മൾ ഫേസ് കുറച്ച് അറിയാലോ, നോൺ ഫേസ് ആയി മാറുമല്ലോ. അപ്പോൾ പലർക്കും ഒരു ഇതുണ്ട്, ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവിക്ക് ഇങ്ങോട്ട് കോള് വന്നോളും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ലൈക്ക് അതിന്റെ ഒരു ട്രൂത്ത് എന്താണ് ശരിക്കും? തെറ്റിദ്ധാരണ എന്നല്ല എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു നല്ല ക്രാഫ്റ്റിന്റെ ഭാഗം ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ടൊരു വർക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വർക്ക് കണ്ടിട്ട് കണക്ട് ചെയ്യും. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു മറ്റേ അറഗന്റ് ആയിട്ട് ഓക്കെ എനിക്ക് എല്ലാ കോളും വരും, ആ സാധനമല്ല. ഇറ്റ്സ് ലൈക്ക് വി നീഡ് എ ഗുഡ് നെറ്റ്വർക്ക് ആൾക്കാരുടെ ഇടയിൽ. അപ്പം അതാണ് എന്റെ ടേക്ക്. നോട്ട് ലൈക്ക് വി ഡെഫിനറ്റ്ലി നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് അബൌട്ട് ഫിലിംസ്. അങ്ങനെയാണല്ലോ നമ്മള് ഒരു ഫിലിം ഫീൽഡിലുള്ള സമയത്ത് ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. അപ്പം ഇനി ഭാവി പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? അടുത്ത സിനിമകൾ ഒക്കെ ഏതൊക്കെയാണ് വരാനുള്ളത്? അടുത്ത സിനിമ ഒരു ഫിലിം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതിപ്പോ ഇങ്ങനെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം വൺസ് അത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് സമാധാനത്തോടെ പറയാലോ. ഇപ്പൊ ഒരു തമിഴ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞു. ഒരു ഹിന്ദി ഫിലിമാണ്. അതിന്റെ സെക്കൻഡ് സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം പലരും ഇങ്ങനെ പറയാറുള്ളതാണ്, ഈ മലയാളത്തില് നായികമാര് വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ തമിഴിലും തെലുങ്കിലും കൊണ്ടുപോയിട്ട് പിന്നെ വല്ലപ്പോഴേക്ക് തിരിച്ചു വെച്ചിട്ടുള്ളത്. ദീപിനി അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെയൊന്നുമല്ല, എനിക്ക് മലയാളത്തിൽ ചെയ്യാനാണ് പിന്നെ ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ സിനിമ ചെയ്യാന്നുള്ളത് തന്നെയുള്ളത്. നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നിൽക്കാന്നുള്ളതാണല്ലോ ഏറ്റവും. ഡെഫിനറ്റ്ലി അതേ ഉള്ളൂ. അപ്പം എന്തായാലും മൂവി ഇപ്പം ഉടനെ നെറ്റ്ഫ്ലിക്സിൽ വരാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു ഓഡിയൻസ് എന്തുകൊണ്ട് കാണണം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇനിയും ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി പറഞ്ഞ പോലെ അക്സെപ്റ്റൻസും എല്ലാം കിട്ടട്ടെ, ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ. എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. കണ്ടിട്ട് ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. എന്നാലും താങ്ക് യു സോ മച്ച് ദീപ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് നല്ല നല്ല സിനിമകളും ക്യാരക്ടേഴ്സും വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി ഒന്നുകൂടി ഇരിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.